ശ്രീ എൻ ഷംസുദ്ദീൻ, നിങ്ങൾ കേന്ദ്രത്തിന്റെ ഈ കുടിശ്ശിക കാണാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നതാണ് ഭരണപക്ഷം ആവർത്തിച്ച് ചോദിക്കുന്നത്. കേന്ദ്രം കേരളത്തിന് പണം നൽകാനുണ്ട് എന്നതൊരു വസ്തുതയല്ലേ? അപ്പോഴാണ് മാത്യു കുഴൽനാടൻ അടക്കമുള്ള പ്രതിപക്ഷ MLA മാർ ബി ജെ പിക്ക് വേണ്ടി ബാറ്റ് ചെയ്യാനാണോ എന്ന് സംശയിക്കുമാറ് ക്രീസിലേക്ക് എത്തുന്നത്. കേരളത്തിന് കേന്ദ്രം ഒന്നും തരാനില്ല, ആഗ്രഹചിന്ത മാത്രമാണ് എന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. പ്രതിപക്ഷത്തെ കുറ്റം പറയാനും പ്രതിപക്ഷത്തെ എൻ്റെ ഭാഗത്തു നിന്ന് പണം നമുക്ക് തരാൻ നിലനിൽക്കുന്നുണ്ടെന്നും പറയാൻ പ്രതിപക്ഷത്തിന് മടിയുണ്ടോ? അല്ല, ഇവിടെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് പറഞ്ഞ കുറേ വസ്തുതകളുണ്ട്. അവർ രാഷ്ട്രീയമായിട്ട് പറഞ്ഞതല്ലല്ലോ. നമുക്കറിയാം, ഈ 7.5 വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച സാമ്പത്തിക നയങ്ങൾ, സാമ്പത്തിക രംഗത്തെ അച്ചടക്കമില്ലായ്മ, അവർ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾ ഒക്കെയാണ് ഇന്ന് തിരിച്ചടിയായി മാറിയത്. അതിലേറ്റവും പ്രധാനം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തോമസ് ഐസക് കാണിച്ച കുറേ എക്കണോമിക് ഗിമ്മിക്കുകളുണ്ട്. ഇപ്പോൾ അന്ന് പണമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ കിഫ്ബിക്ക് വേണ്ടി ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോവിങ് കുറേ നടത്തി, പെൻഷൻ കൊടുക്കാൻ വേണ്ടി പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ചു. ഇങ്ങനെയൊക്കെ കുറേ പണം പുറത്തു നിന്ന് എടുത്തു. അവിടെ തന്നെ CAG വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ പണം തിരിച്ചടക്കുന്നത് ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നാണ്. അപ്പോൾ ബഡ്ജറ്റിന് പുറത്ത് കടമെടുത്തിട്ട് ബഡ്ജറ്റിൽ നിന്ന് തിരിച്ചടക്കുമ്പോൾ അത് കടമെടുപ്പ് പരിധിയിൽ വരും. CAG ആണ് പറഞ്ഞത്. പിന്നീടാണ് കേന്ദ്ര ഗവൺമെൻറ് ആ സ്റ്റാൻഡ് സ്വീകരിക്കുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് കൊടുക്കേണ്ട നയാ പൈസ കൊടുക്കാതിരിക്കുമ്പോൾ അതിന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടണം. പക്ഷെ കേന്ദ്ര വിരുദ്ധത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ പറയുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യാണ്, ഞങ്ങൾ BJPക്ക് ഒപ്പം നിൽക്കുകയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത ഇതിൽ വളരെ പ്രകടമാണ്. ഈ കെടുകാര്യസ്ഥത എന്ന് പറയണമെങ്കിൽ നമ്മുടെ ചെലവിലൊക്കെ ഉണ്ടാവുന്ന ഈ പതിവിലും കവിഞ്ഞിരിക്കുന്ന കുറവോ കൂടുതലോ വേണമല്ലോ. ഇന്നിപ്പോ ധനമന്ത്രി കണക്ക് പറഞ്ഞിരിക്കുന്നു, ചെലവഴിച്ചതിൽ കുറവില്ല. പദ്ധതികൾക്ക് വേണ്ടി 1,21,473 കോടി രൂപയാണ്, 1,21,473 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഈ സമയം വരെ ചെലവഴിച്ചതെങ്കിൽ ഇപ്പോൾ 1,26,152 കോടി രൂപ ചെലവഴിച്ചു. 4,000 കോടി അധികം പദ്ധതി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ചെലവഴിച്ചു. അത് കെടുകാര്യസ്ഥതയാണോ? രണ്ടാമത്തത്, വരവ് കൂടി. 47,000 കോടിയിൽ നിന്ന് കൂടിയത് 77,000 കോടിയിലേക്ക് 30,000 കോടി രൂപയുടെ വർധനവുണ്ടായി നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിലും. അതെങ്ങനെയാണ് സാർ കെടുകാര്യസ്ഥതയാവുന്നത്? അതിൽ ഈ വരവ് കൂടി എന്ന് പറയുന്നത്, മിസ്റ്റർ അരുൺ, വരവ് കൂടി എന്ന് പറയുന്നത് ഇവർ കോവിഡ് കാലത്തെ വരവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. കോവിഡ് കാലത്തെ വരവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ചെലവിൻ്റെ കാര്യം പെരുപ്പിച്ച് കാണിക്കുകയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ചെലവ് നിർവഹിക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബഡ്ജറ്റിൽ വെച്ച തുക 7,500 കോടിയാണ്. ഇതുവരെ ഈ മാസം വരെ 2,500 കോടിക്ക് അപ്പുറത്ത് ചിലവാക്കിയിട്ടില്ല. 7,500 കോടിയാണ് ബഡ്ജറ്റിൽ വെച്ചത്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത് വിനിയോഗിക്കാൻ എത്ര സമയമുണ്ട്? ജനുവരി ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്, ഇന്നത്തോട് തീർന്നു. ഇനി ഫെബ്രുവരി മാർച്ച് കൊണ്ട് എത്ര തീരും? അപ്പോൾ ചെലവിൻ്റെ കാര്യത്തിൽ ഈ പറയുന്നതെല്ലാം പെരുപ്പിച്ച് കാണിക്കുന്നതാണ്. ഇവിടെ നമുക്കറിയാം, ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതൊക്കെ ആയിരിക്കും ചൂണ്ടിക്കാണിക്കുക. പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഇന്ന് എന്താണ്? ട്രഷറി നിയന്ത്രണം ഇല്ലേ? എത്ര മാസമായിട്ട് നിയന്ത്രണമുണ്ട്? 1,00,000 രൂപയിൽ കൂടുതലുള്ള പണം മാറിക്കിട്ടണമെങ്കിൽ പ്രത്യേക അനുമതി വേണം. കരാറുകാർക്ക് വലിയ തോതിലുള്ള പണം കൊടുക്കാനില്ലേ? ഇന്ന് അസംബ്ലിയിൽ ഇവർ പറഞ്ഞു കൊടുക്കാനില്ല എന്ന്. പക്ഷേ കരാറുകാരുടെ സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടക്കുകയാണ്. 15 ലക്ഷം അവർക്ക് 15,000 കോടി രൂപ അവർക്ക് കിട്ടാനുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പൊതുവിലുള്ള അവസ്ഥ എന്താ? ഉച്ചക്കഞ്ഞി പോലെ ഇപ്പോൾ മന്ത്രിസഭയിൽ 2 മന്ത്രിമാർ വളരെ രോഷാകുലരായി സംസാരിച്ചു. ഒന്ന് നമ്മുടെ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ അനിലായിരുന്നു. 1,500 കോടിയോളം രൂപ സിവിൽ സപ്ലൈസിന് കുടിശ്ശികയുണ്ട്. അത് കൊടുക്കാതെ ഇനി അവർക്ക് സാധനം വിതരണം ചെയ്യാൻ കഴിയില്ല. പൊതുവിതരണ സമ്പ്രദായം തകർന്നു. ഉച്ചക്കഞ്ഞി എത്ര കാലമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്? വിദ്യാഭ്യാസ മന്ത്രിക്ക് രോഷാകുലനായിട്ട് പറയേണ്ടി വന്നു. പിന്നെ എന്താ ഇപ്പോൾ ഉച്ചക്കഞ്ഞി രക്ഷിതാക്കൾ പണം പിരിച്ചിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. രക്ഷിതാക്കൾ പണം പിരിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് കൊടുത്താൽ പോരെ. ഉച്ചക്കഞ്ഞിയൊക്കെ എത്ര കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഉച്ചക്കഞ്ഞിക്ക് പോലും പണമില്ലാത്ത സ്ഥിതിയുണ്ട്.
6 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. ഇടതുപക്ഷം വല്ലാതെ കൊട്ടിഘോഷിച്ച്, മുമ്പും പെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വല്ലാതെ കൊട്ടിഘോഷിച്ച് ഞങ്ങളുടെ ഒരു വലിയ റിവാർഡാണ് എന്ന് പറഞ്ഞ് അതിന് വലിയ പബ്ലിസിറ്റി ഒക്കെ കൊടുത്തിട്ട് വന്നതാണ് ഈ പെൻഷൻ. എന്താ പെൻഷൻ്റെ സ്ഥിതി? പെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ 57,000 കോടിയുടെ കാര്യം, GST കോമ്പൻസേഷൻ, അത് 2023 ശ്രീ അരുൺ പറഞ്ഞ പോലെ തന്നെ 5 കൊല്ലമാണ്. അതായത് വാറ്റിൽ നിന്ന് GSTയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന നികുതി നഷ്ടം കുറക്കാനാണ് ഈ പറഞ്ഞ കോമ്പൻസേഷൻ കൊടുത്തത്. അത് 5 കൊല്ലം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് GST നിയമത്തിലുള്ളതാണ്. ആ GST നിയമം വന്ന കാലത്ത് ഇത് കേരളത്തിന് വളരെ ഗുണകരമാണെന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല. ഇത് കേരളത്തിന് വളരെ ഗുണകരമാണെന്ന് പറഞ്ഞത് തോമസ് ഐസക്കാണ്. തോമസ് ഐസക്ക് GSTയെ സ്വാഗതം ചെയ്ത ആളാണ്. തോമസ് ഐസക്ക് CPM-ന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിനുണ്ടായത് കെടുകാര്യസ്ഥത മൂലമാണെന്നും ഈ പറയുന്ന GST ടാക്സ് പിരിച്ചെടുക്കുന്നതിലടക്കം സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണെന്നുമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരേ ഒരു കണക്കെന്ന് പറയുന്നത് CAG-യുടെ മുന്നിലുള്ള 13,000 കോടി രൂപ കൂടി GST പിരിച്ചെടുക്കാനുണ്ട്. അതിലാണ് നേരത്തെ നമ്മുടെ ചോദ്യമുണ്ടായിരുന്നതും CPM പ്രതിനിധിയോട്. പക്ഷെ അപ്പോഴും ധനമന്ത്രി പറയുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുള്ള വരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ആ വരുമാന വർധനവ് കാണാതിരുന്നുകൂടാ. 47,000 കോടി 27,000 കോടിയായി. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നികുതി പിരിവ് മെച്ചപ്പെട്ടു എന്നല്ലേ അർത്ഥം? മെച്ചപ്പെട്ടാൽ അത് കെടുകാര്യസ്ഥതയാവുന്നത് എങ്ങനെയാണ്? അല്ല, നികുതി പിരിവിൽ ഒരു വേർഷൻ മാത്രം നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഒരു വേർഷൻ മാത്രമാണത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ കാലങ്ങളായിട്ട് പറയുന്ന സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത് സെൻട്രൽ എക്സൈസും അതുപോലെ തന്നെ എയർപോർട്ടിലെ കള്ളക്കളികളൊക്കെയാണ് പറയുന്നത്. അതല്ല, ഈ ജ്വല്ലറികളിൽ നിന്ന് കൃത്യമായി കിട്ടേണ്ടത്. മുമ്പ് ഒരു പവനുണ്ടായിരുന്ന വില ഇപ്പോഴുള്ള വില എത്ര ഇരട്ടി വർദ്ധിച്ചു എന്നുള്ളത്. പക്ഷേ അത് ടാക്സ് ഇനത്തിൽ ആ വർധനവ് കാണുന്നില്ല. ബാറുകളുടെ എണ്ണം UDF-ന്റെ ഭരണകാലത്ത് 2016 ആകുമ്പോൾ ബാറുകളേ ഇല്ല. 27 ബാർ മാത്രമായിട്ട് ഒരു നിയമ നടപടിയുടെ ഭാഗമായിട്ട് അത് വന്നു. ഇപ്പോൾ 800-ൽ പരം ബാറുകൾ പ്രവർത്തിക്കുന്നു. ലിക്കറിൻ്റെ കൺസംഷൻ കൂടി, പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം ആ രീതിയിൽ വർദ്ധിച്ചിട്ടില്ല. നികുതി കുടിശ്ശിക ഇത്രയോളം വന്നു. ഈ സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇന്ന് GST ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇരിക്കുകയാണ്. അവരെ ആരെയും ആ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതെയായി. പിന്നെ ഇപ്പം എന്തിനാ ഈ ഉദ്യോഗസ്ഥന്മാർ ഉപയോഗപ്പെടുത്തുന്നത്? നവകേരളത്തിന് കൂടുതൽ പണം പിരിച്ചതിനാണ് GST കമ്മീഷണർക്ക് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മൾ ചോദിച്ചത്. MLA അതിന് മറുപടി പറയട്ടെ. അതിന് മുമ്പ് എനിക്ക് അരുൺ അദ്ദേഹമാണ് ഈ കുടിശ്ശിക GST പിരിച്ചെടുക്കേണ്ടത്. അപ്പോൾ പണം ഗവൺമെന്റിന് അടക്കാനുള്ള ആളോട് സംഭാവന വാങ്ങിയാൽ പിന്നെ നടപടി സ്വീകരിക്കാൻ കഴിയും. പ്രധാനപ്പെട്ട കാര്യമാണ്.